യുവവാണി. ഇന്ന് യുവവാണിയിൽ പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന യുവജന കൂട്ടായ്മയുടെ ക്യൂറേറ്റർ ബിന്നി ബാബുരാജുമായുള്ള അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ട്രിവാൻഡ്രം റീഡ്സ് എന്ന കമ്മ്യൂണിറ്റിയുടെ ക്യൂറേറ്റർ ആയിട്ടുള്ള ബിന്നി ബാബുരാജാണ്. നമസ്കാരം സർ. ഹായ് സർ. ഹായ്. നമസ്കാരം. നമ്മളിങ്ങനെ പേഴ്സണലി ഓരോരുത്തരും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കാം എന്നുള്ള ഒരു ഐഡിയ വളരെ കുറച്ച് ആളുകൾക്കാണ് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത് എപ്പോഴാണ്? 2023 മ്യൂസിയത്ത് തനിയെ വായിക്കാൻ പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ട്രിവാൻഡ്രത്തൊരു റീഡിംഗ് കമ്മ്യൂണിറ്റി വരണം. അതിന് മുമ്പ് തന്നെ ട്രിവാൻഡ്രത്ത് റീഡിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, വളരെ നിഷ് സർക്കിൾസിൽ മാത്രമുള്ള. ആ കാലഘട്ടത്തിലാണ് ബാംഗ്ലൂർ കബൺ പാർക്കിൽ കബൺ റീഡ്സ് എന്നൊരു ഓപ്പൺ കമ്മ്യൂണിറ്റി തുടങ്ങുന്നത്. അത് സക്സസ് ആയി പിന്നെ അവർ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത് വർക്കൗട്ട് ആകുമോ എന്ന് അറിയാൻ അവർ ഒരു ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവരതിനുള്ള സപ്പോർട്ടെല്ലാം ചെയ്യും. അങ്ങനെ ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തപ്പോഴാണ് അവർ ട്രിവാൻഡ്രത്ത് അതിൻ്റെ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണമെന്നും ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചെയ്താൽ നമുക്ക് റീഡേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റി റീഡിംഗ് ഇവിടെ സാധ്യമാവുന്നുള്ളതിൻ്റെ പോസിബിലിറ്റി കണ്ടിട്ടാണ് നമ്മളത് ടേക്കപ്പ് ചെയ്യുന്നത്. അവിടെ ഇനിഷ്യലി ഒരു 3 ക്യൂറേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മോഡ് എന്ന് വെച്ചാൽ വരുന്ന റീഡേഴ്സ് തന്നെയാണ് ക്യൂറേറ്റേഴ്സ്. എല്ലാവരും പരസ്പരം ഒരു സേഫ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ. വേറെ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. വരിക, വായിക്കുക, പോവുക എന്നുള്ള സ്കീമിനപ്പുറത്തേക്കൊരു ഇതില്ല. പിന്നെ ഈ പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പേര് ബേസിക്കലി കബൺ റീഡ്സ് തുടങ്ങിയപ്പോൾ അവർ വെച്ചൊരു നിബന്ധന അതാണ്, നിങ്ങളുടെ സിറ്റി വിത്ത് റീഡ്സ് എന്നുള്ളതായിരിക്കും അവരുടെ പേര് വരിക. ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും റീഡ്സ് ഉണ്ട്. പിന്നെ കോഴിക്കോട് റീഡ്സ് ഉണ്ട്, കൊച്ചി റീഡ്സ് ഉണ്ട്, ട്രിവാൻഡ്രം റീഡ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ 4-5 കമ്മ്യൂണിറ്റീസ് ഉണ്ട് റീഡ്സ് എന്ന പേര് മാത്രം. അതൊരു ക്യാച്ചി പേരും കൂടെയാണ്. ട്രിവാൻഡ്രം റീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇറ്റ് വാസ് എൻ ഈസി ഓപ്ഷൻ. പിന്നെ ഏതൊരു സംരംഭം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കുമ്പോഴും നമുക്കുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ആളെ എങ്ങനെ നമ്മൾ കൂട്ടും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓർത്തെടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ ഒരു ഘട്ടത്തിലും ട്രിവാൻഡ്രം റീഡ്സ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. ഇത് നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്ത ആളെ കൂട്ടി വായിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കുറച്ച് സമയം സമാധാനമായിട്ട് സാറ്റർഡേ മോർണിംഗ്സ് നിങ്ങൾക്ക് സ്വസ്ഥമായി വായിക്കുക. പുറത്തൊക്കെ വന്നിരിക്കുക, മ്യൂസിയത്തിൽ പച്ചപ്പൊക്കെ കണ്ടിരിക്കുക. വായിക്കണമെന്ന് തന്നെ ഇല്ല, 3 മണിക്കൂർ അലൗഡാണ്. നിങ്ങൾക്ക് മിണ്ടാതിടത്തിരിക്കാം, വേണമെങ്കിൽ വായിക്കാം, എഴുതാം. പടം വരയ്ക്കുന്നവരും വരാറുണ്ട്. അതൊരു പ്രശ്നമല്ല. നമുക്ക് പ്രൊമോഷൻ ഇല്ല, ആദ്യം തന്നെ തീരുമാനിച്ച കാര്യമാണ്. നമ്മൾ പ്രൊമോഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത്ര പേര് ഒരു തവണ വന്നില്ലെങ്കിൽ അതെന്തോ കുഴപ്പമാണ്, അതൊന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ വന്നാൽ മതി, വായനയാണ് പ്രധാനം. പിന്നെ ഇതിന് മുൻപുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി അല്ലെങ്കിൽ പുസ്തകങ്ങളുമായിട്ടുള്ള സാറിന്റെ ബന്ധം കൂടി ഒന്ന് പറയാമോ? ഞാൻ കൊച്ചിലെ പുസ്തകം വായിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ 2016 കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് ശേഷമാണ് ഞാൻ ബുക്ക് വായിച്ച് തുടങ്ങുന്നത്. എനിക്ക് അന്നുണ്ടായിരുന്ന നഷ്ടബോധം ഇതാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പം കുറെ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരുപാട് ഇഷ്യൂസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഇഷ്യൂ ആണ്, ഇത് എവിടെ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ ഓരോ ബുക്സിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ കാലഘട്ടത്തിലെ കുറെ ഡിസ്ട്രാക്ഷൻസിൽ ഒതുങ്ങി നമ്മൾ അത് അറിയാതെ പോകും, വായിക്കാതെ പോകും. അന്ന് എന്റെ കാലഘട്ടത്തിലെ ഡിസ്ട്രാക്ഷൻ TV ആയിരുന്നു. TV, പിന്നെ അന്ന് നെറ്റ് വരുന്നതേ ഉള്ളൂ, വീഡിയോ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലങ്ങ് പോയത്. അപ്പം ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഒരു ബുക്കിന് സാധിച്ചേനെ. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വായിക്കുന്നതിന്റെ റീസൺ ആക്ച്വലി കോളേജിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ പരീക്ഷയുടെ പേടി, അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെറ്റിംഗിൽ എങ്ങനെ സംസാരിക്കുക, ഇതൊന്നും അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ ബുക്സിൽ എൻ്റെ ഉത്തരം കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ വായനയിലേക്ക് ആകൃഷ്ടനായത്. ഒരുപാട് പേര് വായിക്കുന്ന കണ്ടിട്ടല്ല ഞാൻ വായിക്കുന്നത്, പക്ഷേ ആൾക്കാർ വായിക്കുന്നത് കണ്ടിട്ട്
പിൽക്കാലത്ത് ലൈബ്രറി വരുമ്പോൾ ഞാൻ കാണാറുണ്ട് ആൾക്കാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിക്കുന്നത്. സോ അത് ആക്ച്വലി വാസ് വെരി ഇൻസ്പയറിംഗ് മീ ടു കൂടുതൽ വായിക്കാൻ, കൂടുതൽ ബുക്സിനെ അറിയാൻ. പല ജോണറിലുള്ള ബുക്കുകളുണ്ട്, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. ഈ ഒരു ജേർണിയാണ് ആക്ച്വലി കൂടുതൽ ബുക്സ് വായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ബുക്സ് വായിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നുള്ളത് മനസ്സിൽ ഒന്ന് സ്ട്രോങ് ആക്കാൻ റീസൺ ആയത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലാണെങ്കിലും നമ്മളത് റിയലൈസ് ചെയ്യണം അല്ലേ. അത് തനിയെ ഉണ്ടായാൽ കൂടുതലും അല്ലെങ്കിൽ അത്തരത്തിലൊരു റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഇതിലേക്ക് വരുന്നത്. കാരണം ഇതിൽ പറഞ്ഞു പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം പുസ്തകങ്ങളിലുണ്ട്. അതെന്നാണോ തിരിച്ചറിഞ്ഞത് അന്നാണ് ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്ന്. അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ആളുകളെ പുസ്തകങ്ങൾ മാറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ആരംഭിച്ചത് അതുമായി ബന്ധപ്പെട്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ബിറ്റ് ഉണ്ട്. കാരണം നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് നമ്മൾ മ്യൂസിയത്താണ് നമ്മുടെ സ്ഥിരം വേദി. മ്യൂസിയത്ത് ആക്ച്വലി UPSC അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാംസ് എഴുതാൻ വരുന്ന കുട്ടികൾ ഒരുപാട് വരാറുണ്ട്, അവർക്ക് വായിക്കാനും പഠിക്കാനും. നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങിയ പിന്നെ ഒരുപാട് പേരുന്ന് വായിക്കുന്ന കണ്ടിട്ട് കുറച്ച് UPSC പിള്ളേർ ഇതുപോലെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ സ്ഥിരം വായനക്കാരാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെക്ഷൻ പീപ്പിളാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്ഥിരം വരുന്നത്. അതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവർ സ്റ്റഡി മെറ്റീരിയലായിരിക്കും കൂടുതൽ വായനയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ ജീവിതമുണ്ട്, ബാക്കി എഴുത്തുമുണ്ട്, കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആവുക ചെയ്യുന്നത്. ഒരു സാറ്റർഡേ എങ്കിലും സാറ്റർഡേ അവർക്ക് വായിക്കാൻ പറ്റുക, ഇത് വെരി ഗുഡ് തിങ്. അപ്പം അതിൽ വി ആർ ആക്ച്വലി വെരി പ്രൗഡ്. ഇങ്ങനെ ആൾക്കാർ വായിക്കുന്നുണ്ട്, നല്ല കാര്യം. നമ്മളൊന്നിനും ഫോഴ്സ് ചെയ്യാറില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബുക്ക് സ്റ്റോളിൽ പോകുമ്പോൾ ആദ്യം നോക്കുന്ന ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ബുക്ക് അല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കും. ഈ നോവൽ അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ ഒരു സാധനങ്ങളിലേക്കേ പോകത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബുക്ക് മോസ്റ്റ്ലി എടുക്കുന്നവർ വിചാരിക്കുന്നത് ഇത് ടൈം വേസ്റ്റ് അല്ലെ, അങ്ങനെ വിചാരിക്കും ഇത്ര സമയം ഇതെടുത്ത് ഇത് വായിക്കും. പക്ഷെ അതിന് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഫോൺ ഉപയോഗിക്കുന്ന 10 പേരാണെങ്കിൽ നമുക്കും ഫോൺ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഇൻസെന്റീവ് അവിടെ ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ 10 റീല് ഭയങ്കര ട്രെൻഡിങ് ആണ്, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നമുക്ക് കാണാൻ പറ്റും, സമയം പോകും. വായിക്കുന്നത് ദ സെയിം സെൻസിൽ ഒരുപാട് പേരുന്ന് വായിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ബുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചു പോകും. അതൊരു ചെറിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെയാണ് നമ്മൾ ഒരുപാട് പേര് എടുത്തിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ യങ് ജനറേഷനിൽ വായന കുറയുന്നു എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന ആൾക്കാർ വായിച്ച് കാണിക്കാറുണ്ടോ എന്നുള്ള മറുചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും വായിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടോ, ഈ ചോദ്യങ്ങളൊന്നും വരത്തില്ല. പകരം പിള്ളേര് റീൽസിന് അഡിക്റ്റ് ആണ് എന്നൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് പറയുന്നവര് റീൽസിലാണ്. നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പിള്ളേരെ എക്സ്പെക്ട് ചെയ്യുക? അപ്പൊ അതൊന്നും മാറ്റുക. ഇപ്പോൾ മ്യൂസിയത്തിൽ ഇത് വളരെ പബ്ലിക് ആയിട്ടാണ് നമ്മുടെ ഇരുന്ന് വായിക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ വെരി സ്ട്രെയിഞ്ച് ആൾക്കാർക്ക് കാണുക. കാരണം ഒരുമിച്ചിരുന്ന് ഫോൺ നോക്കി അത് വളരെ നോർമലായി. ഇപ്പം വായിക്കുന്നത് ഭയങ്കര ഒരു സ്ട്രെയിഞ്ച് സംഭവമാണ്. പിന്നെ എങ്ങനെ കൂട്ടത്തിരുന്ന് വായിക്കുക, അല്ലെങ്കിൽ ഇവർ പൊളിറ്റിക്സ് ആണോ വായിക്കുന്നത്, പല ചോദ്യങ്ങളും ഉണ്ടാവും അവിടെ. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കും, നിങ്ങളുടെ എന്തെങ്കിലും വായിക്കാൻ. പിന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതിലേക്ക് വരുമ്പോൾ ആ ഏജ് ഗ്രൂപ്പ് ഏത് പ്രായത്തിലുള്ളവരൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് കൂടി പറയാമോ? നമുക്ക് യൂഷ്വലി 20 to 40 ഏജ് കാറ്റഗറിയിലുള്ളതാണ് ജനറലി വരുന്നത്. കാരണം നമ്മുടെ പേജ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ. ജനറലി ഇൻസ്റ്റാഗ്രാം യൂസേഴ്സ് ആണ് ഇതുണ്ടെന്ന് അറിഞ്ഞു വരുന്നത്. നമ്മൾ വേറെ പ്ലാറ്റ്ഫോംസിൽ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കണ്ട ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് സ്കൂൾ തൊട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പക്ഷെ കൂടുതലും വരുന്നത് UPSC പ്രിപ്പയർ ചെയ്യുന്ന 20s to 40s കൂടുതലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജ് ഗ്രൂപ്പ് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ യൂത്ത് പോപ്പുലേഷൻ കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം, നമുക്കൊരു ദിവസം സമയം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് കഴിഞ്ഞ് ഷെഡ്യൂൾ ഇങ്ങനെ ആയിട്ട് പോകുന്ന പോലാണ് തോന്നാറ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവര് എങ്ങനെയാണ് മീൻസ് നമ്മുടെ ഈ നിങ്ങളെല്ലാരും എങ്ങനെയാണ് ഈ സമയം ഒന്ന് കണ്ടെത്തുന്നത്? കാരണം നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ ഓക്കെ ഇതൊരു സമയമുണ്ടോ? എസ്പെഷ്യലി കുറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നവരുണ്ട്. ഇപ്പൊ പറഞ്ഞു UPSC പ്രിപ്പറേഷൻ ആണെങ്കിലും ശരി, 1 year കണ്ടിന്യൂസ് ഉള്ള ഒരു പ്രിപ്പറേഷനിൽ അതിനുവേണ്ടി ടൈം കണ്ടെത്തുക എന്നുള്ള ആ ഒരു കാര്യം, അതെങ്ങനെയാണ് ടൈം കണ്ടെത്തുന്നതെന്നാണ് ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്നത്. സോ ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് തന്നെ സാറ്റർഡേ മോർണിംഗ്സ് നമ്മളത് വെച്ചേക്കുന്ന റീസൺ തന്നെ ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഫ്രൈഡേ നൈറ്റ് വരെ ജനറലി ആൾക്കാർക്ക് നല്ല ജോലി ഉണ്ടാവും. പക്ഷെ സാറ്റർഡേ മോർണിംഗ്സ് ലേസി മോർണിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ ആ ദിവസം ജയിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വായന എടുത്ത് വെക്കുക എന്ന് മാത്രമേ കാണുന്നത്. UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും സാറ്റർഡേസിൽ എക്സാംസ് ഉണ്ടാവും, അവർക്ക് അതിന്റെ ട്രെയിനിങ് ഉണ്ടാവും.
അപ്പോൾ നമ്മളിവിടെ കാണുന്നത് വെച്ചാൽ അതിരാവിലെ 8 to 11 ആണ് നമ്മുടെ സമയം വെച്ചേക്കുന്നത്. ഇതിനകത്ത് നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സാറ്റർഡേസിലെങ്കിലും നിങ്ങൾ വായിച്ചു. ഇപ്പോൾ വീക്ക്ലി ഒരു വായന കോട്ട വെക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ സാറ്റർഡേയെങ്കിലും വായിച്ചു, അത്രയായി. നമ്മൾ ആ ഹാബിറ്റ് ഓഫ് റീഡിങ് നിന്ന് പോവാതിരിക്കാനുള്ളത് മാത്രമാണ് സാറ്റർഡേസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലെ റീഡേഴ്സ് ആക്ച്വലി വൺസ് ദേ പിക്കപ്പ് റീഡിങ് അവർ ഡെയിലി സമയം കണ്ടെത്തും. ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ പോലും വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യം വിച്ച് ആക്ച്വലി പ്രൊമോട്ട്സ് റീഡിങ്. കാണുന്നവരും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വായിക്കാല്ലേ. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിദേശികളൊക്കെ പണ്ട് നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ഈ ബുക്കും കൊണ്ട് യാത്രക്കിടയിലാണ് വായിക്കുന്നത്. ഇപ്പോൾ അത് പക്ഷെ നോർമലി നമ്മുടെ നാട്ടിലും കുട്ടികൾ അങ്ങനെ വായിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൽ ഇപ്പം വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ എല്ലാവരും വിളിച്ചു ചേർക്കുന്നത് എങ്ങനെയാണ് ആ ഒരു അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്? ഇപ്പൊ ഈ സാറ്റർഡേ ഇത്ര സമയത്ത് ഇതിനെപ്പറ്റി ജസ്റ്റ് ഫസ്റ്റ് ടൈം അറിയുന്ന ഒരാളാണെങ്കിൽ കൂടിയും എങ്ങനെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത്? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രിവാൻഡ്രം റീഡ്സ് എന്നൊരു പേജ് ഉണ്ട്. അത് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ഉപാധിയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പേജിൽ വന്ന് മെസ്സേജ് അയക്കുക, എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ മെസ്സേജ് അയച്ചു കൊടുക്കുന്നല്ലാതെ ഒരു രീതിക്ക് നമ്മളിത് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രം ആൾക്കാർ വരുന്ന അത്ര വലിയ ട്രാഫിക് അല്ല നമുക്ക് എല്ലാ ആഴ്ചയും വരുന്നത്. എന്നാൽ വൺസ് അവർക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ അവരവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. യൂഷ്വലി ആ ഒരു മോഡാണ്. അപ്പോൾ മാർക്കറ്റിംഗ് പിന്നെ ഇതില് ടൈമിംഗ് സാറ്റർഡേസിലാണ് 8 to 11 ആണ്. 8 to 11. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ വന്നിട്ട് ഈ വായിക്കുന്ന ഒരു സെഷൻ ആ സമയത്ത് വന്ന ശേഷം വായന ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? അതോ ജസ്റ്റ് നമ്മൾ അത്രയും സമയത്ത് വായിച്ചിട്ട് തിരിച്ച് പോവുക, അങ്ങനെ പോകുന്ന ഒരു എങ്ങനെയാണ് അതിന്റെ അതുകൂടി പറയാമോ? ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു നമ്മൾ തുടങ്ങാൻ റീസൺ തന്നെ പബ്ലിക് റീഡിംഗ് വെച്ച സോഷ്യൽ ആങ്സൈറ്റി പോലെ ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവരും അങ്ങനെ പൊതുവിൽ സംസാരപ്രിയരല്ലാത്തവർക്കും ഈ പൊതുവിടങ്ങൾ വായിക്കാൻ യോജ്യമാക്കുക എന്നുള്ളൊരു ഗോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 3 മണിക്കൂർ സംസാരിക്കുന്നതിൽ നിന്ന് റിഫ്രൈൻ ചെയ്യും, നമ്മൾ മാക്സിമം വായിക്കുക. പിന്നെ എല്ലാവരും അടുത്തടുത്ത് ഇരിക്കുന്നതിലൊന്നും വിഷയമില്ല, പക്ഷെ വായന ആയിരിക്കും മുഖ്യം. വായന കഴിഞ്ഞിട്ട് നമ്മൾ ബുക്സ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നൊരു ഫോട്ടോ എടുക്കും, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. ആ സമയത്തായിരിക്കും നമ്മൾ പരസ്പരം പരിചയപ്പെടാനും എന്തൊക്കെയുണ്ട് പുതിയ ബുക്കുകൾ സംസാരിക്കാം. ഡിസ്കഷൻ ഇല്ല, വേണമെങ്കിൽ സംസാരിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൈബ്രറീസുമായിട്ട് അങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ടോ? 100th എഡിഷൻ ആക്ച്വലി നമ്മൾ ലൈബ്രറി ഇൻ അസോസിയേഷൻ ആയിട്ടാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ജനറലി നമ്മളൊരു സ്റ്റാൻഡ് അലോൺ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. തുടക്കം തൊട്ടേ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ തോന്നിയിട്ടില്ല ഒരു പോയിന്റിൽ. ഈ 100ാമത്തെ ആ അധ്യായത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു ഓർമ്മ? ബേസിക്കലി നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഓപ്പൺ ആക്കുന്നതിന്റെ ഒരു റീസൺ തന്നെ കൂടെയുള്ളവർക്ക് ബാക്കിയുള്ളൊരു സേഫ് ആണോ, അവർക്ക് വായിക്കാൻ നല്ല അന്തരീക്ഷം ഉണ്ടോ എന്നുള്ള ഉറപ്പാക്കുന്ന ഒരു പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100th എഡീഷനിൽ എനിക്ക് ഓർഗനൈസ് ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ കൂടെയുള്ളവർ തന്നെയാണ് നല്ല വെന്യൂ ഏതാ ലൈബ്രറി ആണെന്ന് കണ്ടെത്തി ലൈബ്രറിയിൽ പോയി സംസാരിക്കാൻ മുൻകൈ എടുക്കുന്നതും അതിന് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് വേണ്ട, കസേര വേണോ, ഓഡിറ്റോറിയം വേണോ, നല്ല വെന്യൂ കണ്ടെത്താനല്ല അവരാണ് മുൻകൈ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കമ്മ്യൂണിറ്റിയിൽ ക്യൂറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിന് ഓർഗനൈസേഴ്സോ ഫൗണ്ടേഴ്സോ ഒന്നുമില്ല. എല്ലാം വന്ന് വായിക്കുന്നവർ ബാക്കിയുള്ളവരുടെ മെച്ചം കണ്ടിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുക. ആ ഒരു മോഡലാണിത് ഇപ്പോഴും അങ്ങനെ തന്നെ കൂടി വരുന്നത് മെമ്പേഴ്സ്. പിന്നെ ഇതില് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എത്രത്തോളം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു? ആക്ച്വലി ഉണ്ട്. നമുക്ക് ഞങ്ങളായിട്ട് പ്രൊമോട്ട് ചെയ്യില്ലെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള റീഡേഴ്സും ഒരുപാട് റൈറ്റേഴ്സും അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. പിന്നെ അല്ലാതെ തന്നെ ഈ കമ്മ്യൂണിറ്റി പ്രൊമോട്ടേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, അവരും ഒരുപാട് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു പരിപാടി നമ്മൾ കൊളാബറേറ്റ് ചെയ്തായിരിക്കില്ല ഒന്നും ചെയ്യുക, പക്ഷെ ഇഫ് ദേ വോണ്ട് ടു പ്രൊമോട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്കീമാണ്. ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പൊ നമ്മളൊരു ഇതുപോലെ സാറ്റർഡേസിൽ ഇങ്ങനെ ഒരു സമയത്ത് റീഡിംഗ് സെഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരാൾ തന്ന മീൻസ് ആദ്യമായിട്ട് വന്ന ഒരാൾ തീർത്തും അപരിചിതരായിട്ടുള്ള ഒരാൾ തന്ന ഫീഡ്ബാക്ക് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഉണ്ട്? ഫീഡ്ബാക്ക് ഇൻ ദ സെൻസ് അങ്ങനെ നമ്മളിങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ഒരു ഇവന്റ് കഴിയുമ്പോൾ ചിലർ വന്ന് ഒരു വാക്കാണെങ്കിൽ അത് പറയുമ്പോൾ ലൈഫ് ലോങ് ഓർത്തിരിക്കുന്ന ചില ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി പലരും സമാധാനം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വായിച്ചില്ലെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്നാലും മതി വായിക്കാൻ. പക്ഷെ ഈ ആഴ്ച
കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും നമ്മൾ വർക്കിന്റെ ബുദ്ധിമുട്ടും ഫാമിലി പ്രഷേഴ്സ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ആക്ച്വലി ഒരു ദിവസമെങ്കിലും കുറച്ച് നേരമെങ്കിലും കുറച്ച് ആൾക്കാരുമായിട്ട് സമാധാനമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ എപ്പോഴും അല്ലെങ്കിലും നമ്മുടെ ഒരു പതിവ് രീതി നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് ചായ കുടിക്കാൻ പോകും. മ്യൂസിയത്താണെങ്കിൽ മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ നിശാഗന്ധിയോ കനകകുന്തു ഭാഗത്തോ ആയിരിക്കും നടത്തുന്നത്, അവിടെയും ചായ കുടിക്കുക. അപ്പൊ ഈ ഒരു സമയത്തായിരിക്കും ഇവര് ഒന്ന് മനസ്സ് തുറക്കുന്നതൊക്കെ. ആദ്യമായിട്ടാണ് വന്ന് കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നുമില്ല, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റി, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇതൊരു ഇന്റിമിഡേറ്റിംഗ് സർക്കിൾ അല്ല, എന്നാൽ എല്ലാവരും വായിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആരും പരിചയപ്പെടാനൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു സേഫ് സ്പേസ് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് പലരും റിപ്പോർട്ട് ചെയ്തൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇതിൽ എപ്പോഴെങ്കിലും എല്ലാ വീക്കിലും കണ്ടക്ട് ചെയ്യുന്നത് ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ വെല്ലുവിളികളായിട്ട് എന്തെങ്കിലും കാര്യം? നമുക്കൊരു ഫിക്സ്ഡ് വെന്യൂ, നമ്മുടെ മ്യൂസിയം ആണ് നമ്മുടെ ഫിക്സ്ഡ് വെന്യൂ. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം തന്നെ പലപ്പോഴും ഒന്നുകിൽ മഴ പെയ്യാം, ഇതൊരു ഓപ്പൺ വെന്യൂ ആയതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എപ്പോഴും അത്ര ജോവിയലായിട്ടുള്ള റീഡേഴ്സ് തന്നെ വരണമെന്നില്ല. ചില സമയങ്ങളിൽ ഓവറായിട്ട് സംസാരിക്കുന്നവർ വരാറുണ്ട്. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ ഇൻഹറന്റ്ലി ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നതെന്ന്. നമ്മളിവിടെ ഒന്നിനും പ്രൊമോട്ട് ചെയ്യാനല്ല വരുന്നത്, വായിക്കാനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. ഇപ്പം മ്യൂസിയം ആയതുകൊണ്ട് തന്നെ സൂവിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വരുന്നവരൊക്കെ ബഹളം ഒരുപാടുണ്ടാവും. അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ വായിക്കാൻ വന്നതാണ്, അപ്പോൾ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക എന്നൊരു ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ പൊതുവിൽ നമ്മൾ കേൾക്കുന്ന ഒരു കമന്റാണ്, നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യുവജനങ്ങൾ ഒന്നും വായന പണ്ടത്തെ പോലെ അവർക്ക് വായനയില്ല. നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ തന്നെ ഇടയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് വായനയൊന്നും അധികം ഇല്ല, പണ്ടത്തെ ആളുകൾ വായിക്കുന്ന പോലെ വായന ഇവർക്കില്ല എന്നുള്ള ഒരു കമന്റ് പൊതുവിൽ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു കമന്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം നമുക്ക് ഡിജിറ്റൽ റീഡിംഗ്, ഇപ്പോൾ ഈ കിൻഡിൽ പോലെയുള്ള ഇത് നമ്മൾ വായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ബുക്ക് തന്നെ വായിക്കുന്നവരുണ്ട്. അപ്പോൾ പക്ഷെ യങ്സ്റ്റേഴ്സിന്റെ വായന കുറഞ്ഞിട്ടുണ്ടോ? അതിനെ പറ്റിയുള്ള കമന്റ് എങ്ങനെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കലി എനിക്ക് അറിയില്ല, പക്ഷെ ജനറലി ഈ ടേം കേൾക്കുമ്പോൾ ഉള്ളൊരു കൺസേൺ ഇതാണ്. പഴയ ആൾക്കാർ വായിക്കുമെന്ന് പറയുന്നു, പഴയ ആൾക്കാർ വായിക്കുന്നത് പിള്ളേർ കണ്ടിട്ടില്ല. അവര് കാണാത്ത കാര്യം ഇങ്ങനെ അവര് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വായിക്കണമെന്ന് അവർക്ക് എടുക്കേണ്ട കാര്യമില്ല. അവരിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ബുക്ക് വായിക്കുന്നത്? ഒരു വളരെ ഈസി അനാലിസിസ് ആണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു വളരെ ഈസി കാര്യം, ഇത് പറയുന്നവർ വായിച്ച് കാണിക്കുകയാണെങ്കിൽ വീട്ടിലൊരു ബുക്ക് ഷെൽഫ് വെക്കുക, കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആയിട്ട് ബുക്സ് വെക്കുകയാണെങ്കിൽ മേ ബി അവർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ യങ്സ്റ്റേഴ്സ് വായിക്കുന്നില്ല എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ അറിയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം റീഡ്സിൽ വരുന്ന സ്കൂൾ പിള്ളേർ ഷെൽഫ് ടു ഷെൽഫ് വായിച്ച പിള്ളേരെ എനിക്കറിയാം വായിക്കുന്ന. അവരവരുടെ സ്കൂളിൽ അവർ വായിക്കുന്നത് കണ്ടിട്ട് ക്ലാസ്സിലുള്ളവർ ഗ്രൂപ്പ് തിരിഞ്ഞ് വായിക്കുന്ന കഥകളും ഉണ്ട്. അപ്പോൾ വായന ആക്ച്വലി ഉണ്ട്. ഇത് പറയുന്നവരിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് പേഴ്സണലി വന്നാല് ഇപ്പൊ അടുത്ത് വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ ഒരു പുസ്തകം വേറെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് പുസ്തകമായിരിക്കും? സെൻ ആൻഡ് ദി ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് എന്നൊരു ബുക്കുണ്ട്. റോബർട്ട് എം പെർസിഗ് എന്ന് പറഞ്ഞൊരു പുള്ളി എഴുതിയ ബുക്കാണ്. ഒരുപാട് പേർക്ക് ആ ബുക്ക് ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ വർഷം വായിച്ച് തീർത്തെ. ബുക്ക് എൻ്റെ കുറെ വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബുക്കും ഇതായിരുന്നു. ഇത് അറിയാത്ത ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. വളരെ ഈ മെന്റൽ ഹെൽത്തും പിന്നെ ക്വാളിറ്റി എന്ന ടേമിന്റെ മീനിങ് ഒക്കെ വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ്. അതെനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ആ ബുക്കിനൊരു വാല്യൂ ഉണ്ട്. കാരണം എല്ലാവരും വളരെ പെരിഫറലായിട്ട് പുതിയ പുതിയ കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ ഇതിന്റെ അണ്ടർലൈങ് ആയിട്ട് എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഉത്തരങ്ങൾ ഈ ബുക്കിലുണ്ട്. ഒരല്പം ടഫ് റീഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ബുക്കായിട്ടാണ് ഞാൻ കാണുന്നത്. പറ്റിയാൽ വായിക്കുക. ഈ ഒരു നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ വേറെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൂടി ഒന്ന് പറയാമോ? ഞാനൊരു കൺസൾട്ടന്റ് കോപ്പി റൈറ്റർ ആണ്. സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് വർക്ക്സും അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള കോപ്പി റൈറ്റിംഗ് ആണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. ഇതല്ലാതെ എനിക്കൊരു ബൈക്കുണ്ട്. ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. വളരെ സ്ലോ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ യൂണിക്കോൺ വളരെ പവർ കുറഞ്ഞ ബൈക്കാണ് എനിക്കുള്ളത്. വളരെ പതുക്കെ ജില്ലകൾ തോറും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. ഇറ്റ്സ് വെരി ഗുഡ്. യാത്രകളൊക്കെ എന്താണ് അതിൽ അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ഒരു ഫീൽ യാത്ര പോകുമ്പോൾ? ആക്ച്വലി യാത്രകളിൽ നമ്മൾ വായിക്കുന്ന പല കഥകളിലും കുറെ ഫിക്ഷൻ നമ്മുടെ മനസ്സിൽ കാണും. ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ശരിക്കുള്ള മനുഷ്യരെ കാണുമ്പോഴേക്കും നമ്മൾ ഓക്കെ ഇങ്ങനെയുണ്ട്, പുതിയ ഐഡിയാസ് കിട്ടും. ഈ പല യാത്രകളിലും കാണുന്ന ആൾക്കാരും വായിക്കാറുണ്ട് കോയിൻസിഡന്റലി. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ഓക്കെ ഈ ഒരു ആംഗിൾ ഉണ്ട്. അത് പല സംസ്ഥാനത്തുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഡിഫറെന്റ് നോഷൻ ആയിട്ടുണ്ട് ഒരു ഐഡിയയുടെ. കേരളത്തിലുള്ള ഒരാളോട് നമ്മുടെ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നതും മഹാരാഷ്ട്രയിലെ ധാരാവിയിലുള്ള ഒരാളോട് സംസാരിക്കുന്നതും ഭയങ്കര വ്യത്യാസമാണ്. സെയിം കഥയായിരിക്കും വായിച്ചിട്ടുള്ളത്, പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ
ഭയങ്കര രസമാണ് ആ കഥയ്ക്കൊരു ജീവൻ വയ്ക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് എൻ്റെ പിന്നെ എന്തായാലും നമ്മുടെ ഈ യുവാണിയുടെ ഈ അധ്യായം ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവാൻ പോവുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം റീഡ്സ് നൽകിയ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും മധുരിക്കുന്ന ഒരു ഓർമ്മ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്കൊന്ന് 100th എഡിഷൻ തന്നെയാണ് ഇതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 100th എഡിഷനിൽ ഒരുപാട് റീഡേഴ്സ് വന്ന് എല്ലാവരും പുതിയതായിരുന്നു. യൂഷ്വലി നമുക്കൊരു 10-40 പേരാണ് ജനറലി വീക്ക്ലി വരുന്നത്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നൊരു 10-80ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ പ്രായത്തിലെ ആൾക്കാരുണ്ടായിരുന്നു. ആരും പരസ്പരം ചോദിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഇരുന്ന് വായിക്കാം അതെങ്ങനെയാണ്, ഒന്നും വേണ്ട. എനിക്കത് ഏറ്റവും സൈലൻ്റ് ആയിട്ടൊരു 100-100 പേര് വന്നൊരു എഡീഷനും കൂടെയാണ്. എല്ലാവരും ആ എഡീഷനിൽ ഞാൻ കണ്ട ആ എഡിഷൻ ഹോസ്റ്റ് ചെയ്യാൻ 2 പേരുണ്ടായിരുന്നു. എൻ്റെ പ്രൈസ് മൊമെൻ്റ് കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ട്രൂലി ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കലി റൺ കമ്മ്യൂണിറ്റി ആയി മാറിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഇവൻറ്റും കണ്ടക്ട് ചെയ്യേണ്ട കാര്യമല്ല, ഓട്ടോമാറ്റിക്കലി 125th എഡിഷൻ വരുവാണെങ്കിൽ ആൾക്കാർ ചോദിക്കും ബ്രോ ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവർ തന്നെ ഓർഗനൈസ് ചെയ്യും, ബുക്ക് മാർക്സ് അവർ ഉണ്ടാക്കും, ഒരുപാട് ഇപ്പോൾ ചെറിയ മൊമെൻറ്റോസ് ഉള്ള സാധനങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഫുഡ് ഷെയർ ആണെങ്കിൽ അവർ ഉണ്ടായിക്കൊണ്ട് വരും. ഈ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിൻ്റെ അർത്ഥം ദേ വോണ്ട് ദിസ് ടു കണ്ടിന്യൂ. അപ്പം ഞാനായിട്ട് അതിന് എഫേർട്ട് ഇടണ്ട എന്നുള്ളൊരു ഭയങ്കര ഈസി തിങ് ആണ് ഇപ്പോൾ എനിക്ക്. തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു ചെയ്യാം, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ് നൗ. അപ്പം എന്താണെങ്കിലും ഈ വായന ഒരു ലഹരി പോലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ പടരട്ടെ. അതിനൊരു കാരണമാകാൻ ട്രിവാൻഡ്രം റീഡ്സിന് സാധിച്ചത് അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇതിനി കേട്ടിട്ട് കൂടുതൽ പേര് ഇതിലേക്ക് ഈ വായനയെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയുള്ള വരുന്ന അധ്യായങ്ങൾക്കും എല്ലാത്തിനും അഡ്വാൻസ് ആയിട്ട് വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന യുവജന കൂട്ടായ്മയുടെ ക്യൂറേറ്റർ ബിന്നി ബാബുരാജുമായുള്ള അഭിമുഖം. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം തേജസ്. യുവവാണി.